അങ്ങനെ 2024 പോയി മറഞ്ഞു. 2025 നമ്മൾ കിടക്കുകയാണ്. മീഡിയ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം എല്ലാ ആളുകൾക്കും ഈ ഒരു വർഷം 2025 നല്ല ദിവസങ്ങളാവട്ടെ, സമാധാനപൂർണ്ണമായൊരു വർഷമാവട്ടെ എന്ന് പറയുകയാണ്. ഒപ്പം മാഷ്ക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ മാഷ, നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്താണ് നമ്മളൊരു കുത്തിയ പോസ്റ്റ് ആണ്, കുത്തിയ പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെ, ശശിയുടെ കാര്യമാണ്. ശശി ഒരു നല്ല കുത്ത് CPM ഇട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂടെ നിന്ന് ചതിച്ചും കുതുകാൽ വെട്ടിയും ഉള്ള ആളുകൾക്ക് കാലം പകരം ചോദിക്കുമെന്നും ഇനി വരാനിരിക്കുന്നത് നിങ്ങൾക്ക് മഹാദുരന്തമായിരിക്കുമെന്നൊക്കെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി പറയുന്നത്. PK ശശിയെ ഇപ്പം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്. അതുപോലെ തന്നെ ഈ CITU യൂണിയനിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം മാത്രമേ അദ്ദേഹം നിലവിലുള്ളൂ. അപ്പോൾ ശശി ആരൊക്കെയോ ഉദ്ദേശിച്ചുകൂടിയാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായിരിക്കും ശശി എത്ര പ്രകോപിപ്പിക്കാനുള്ള കാരണം? അല്ല, PK ശശി ഒരു പ്രത്യേക ഘട്ടത്തിൽ സമൂഹത്തിൻ്റെ വിചാരണയ്ക്ക് വിധേയമാകുകയും അദ്ദേഹത്തിനെതിരെ പൊതുസമൂഹം തിരിയുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് പിന്നീട് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ നിലപാടുകൾ ഉയർന്നു വരികയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രദേശമായിട്ടുള്ള മണ്ണാർക്കാട് നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉയർന്നു. ആ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി, തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇല്ലാതായി, 2 പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. ഇനി അവശേഷിക്കുന്ന KTDC സ്ഥാനമാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ PK ശശി എന്ന് പറഞ്ഞ് വെറും ഒരു ബ്രാഞ്ച് മെമ്പർ മാത്രമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നത് 2024 അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2024 ദുരിതകാലമായിരുന്നു. അപ്പോൾ 2025 തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തി. എന്ന് വെച്ചാൽ CPMനകത്ത് കൃത്യമായിട്ടുള്ള പാർട്ടി പരിപാടിയുടെയും അതേപോലെ തന്നെ പാർട്ടിയുടെ അതിൻ്റെ ഒരു മൂല്യബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളല്ല നടക്കുന്നത്. പകരം വ്യക്തിപരമായിട്ടുള്ള വേട്ടകളും അതേപോലെ തന്നെ കുതിയാൽ വെട്ട്, കൊള്ള, പിടിച്ചുപറി ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഈ 2024 കൊള്ളയും പിടിച്ചുപറിയും നടത്തി പാർട്ടിയെ വെള്ള പുതപ്പിച്ചവരാണ് ഇപ്പം നേതൃസ്ഥാനത്തിരിക്കുന്നത് എന്നാണ്. എന്നുവെച്ചാൽ സർവ്വ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് അതിനകത്ത് നൽകുന്നത്. ഇദ്ദേഹത്തിനെതിരെയാണെന്ന് വെച്ചാൽ ലൈംഗിക ആരോപണം, പ്രശ്നങ്ങൾ, മോശമായിട്ടുള്ള പെരുമാറ്റം, ഇതൊക്കെയാണ്. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് നേതൃത്വനിരയിൽ നല്ല സ്വഭാവ സവിശേഷതകളുള്ള പ്രത്യയശാസ്ത്ര ശുദ്ധിയുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മാറി നിന്നിട്ട് ഇതിലെ കരുക്കൾ ഉപയോഗിച്ച് തനിക്കെതിരെ നടപടികളെടുത്ത അല്ലെങ്കിൽ തന്നെ വെട്ടിപ്പുറത്താക്കിയ, തന്നെ കുതികാൽ വെട്ടിയ ആളുകൾക്കെതിരെ എങ്ങനെയാണ് ചതുരംഗത്തിൽ പടം നയിക്കേണ്ടതെന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ പോസ്റ്റിലൂടെ വന്നത്. ഇതൊരു കുത്തു പോസ്റ്റാണ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഈ കുത്തു പോസ്റ്റ് സൂചിപ്പിക്കുന്ന പോലെ വരും കാലങ്ങളിൽ അതിനകത്ത് പാലക്കാട് അല്ലെങ്കിൽ തന്നെ വളരെ പ്രസിദ്ധമാണ്. CPMൻ്റെ ഒരു കോട്ട, ചെങ്കോട്ട എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടെയാണ് നിരന്തരമായിട്ട് കുഴപ്പങ്ങളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് BJPയുടെ ദിനത്തിലാവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു CPM മേഖലയായിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ നിരവധിയായ ഈ വിമത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള MR മുരളിയൊക്കെ ആ ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം പുതിയൊരു MR മുരളി ആവാനാണോ ഈ പറയുന്ന പോലെ PK ശശിയുടെ നീക്കം? എൻ്റെ ഒരു സംശയമാണ്. അല്ല, മുരളി വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുന്ന VSൻ്റെ കൂടെ ഒക്കെ നിന്നിരുന്നാണെങ്കിലും പക്ഷേ മുരളി തിരിച്ച് പാർട്ടി കയറുകയും അതേപോലെ തന്നെ പാർട്ടിയുടെ ഒരു ഭാഗമായി മാറിത്തീരുകയൊക്കെ ചെയ്തതാണ്. PK ശശിയുടെയും ഒരു ടാക്ടീസ് എന്ന് പറയുന്നത് പുറത്തു പോകാനുള്ള ടാക്ടീസ് അല്ല. ബ്രാഞ്ചിലിരിക്കുന്ന പിന്നെ മനഃപൂർവ്വം അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ കുത്തു പോസ്റ്റുകൾക്ക് ചിലപ്പോൾ വലിയ സാധ്യതകളുണ്ട്. കാരണം നടപടികൾ എടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചാൽ മാത്രമേ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ സംസ്ഥാന നേതൃത്വം ചിലപ്പോൾ ഒരു
ജാഗ്രത അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അക്കാര്യത്തിൽ ചിലപ്പോൾ കാണിച്ചാൽ ഇയാളെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണ്ട എന്ന തീരുമാനത്തിലെത്താം. പക്ഷെ അങ്ങനെ തീരുമാനത്തിലെത്തിയാൽ വീണ്ടും അദ്ദേഹത്തിന് മുരളിയുടെ വഴിയിലൂടെ തിരിച്ച് പാർട്ടിയിലേക്ക് വരാനും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനും കഴിയും. കാരണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ്. അതെ, യുദ്ധത്തിൽ എവിടെയാണ് ഈ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുത്തേണ്ടത് അതിനനുസരിച്ച് നീങ്ങുകയോ പരിശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളായി മാത്രം മാറി. എന്നുവെച്ചാൽ CPM ഇപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അധികാരം നിലനിർത്തലും അതേപോലെ തന്നെ അഴിമതി ചെയ്യാൻ സൗകര്യമുള്ള ആൾക്കാർക്ക് അഴിമതി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അഴിമതി നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കൽ മാത്രമായി മാറി. ആ പ്രശ്നം വളരെ ഗൗരവമാണ് ശരിക്കും. പക്ഷേ ഇതിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ അഴിമതിയുടെ കറപുരണ്ട പണം കൊണ്ട് മൂടിയ ആളുകളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളെയും അടച്ച് പറയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല ഇപ്പം പാലക്കാട് നിന്നുള്ള മന്ത്രി CPM-ൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുകയാണ്, MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പറഞ്ഞ സമ്മേളനത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പുറത്തേക്കൊക്കെ കയറി വരാനൊരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അത് ജില്ലാ നേതൃത്വം അതിന് തൊട്ട് മുന്നേ വീണ്ടും അദ്ദേഹത്തെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി നടപടിയെടുക്കുന്ന രീതിയിലേക്കൊക്കെ പോയി. അപ്പോൾ ജില്ലാ നേതൃത്വം ഒന്നടങ്കം ഇദ്ദേഹത്തിനെതിരാണ് എന്നൊരു സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ. അപ്പോൾ അത് MP രാജേഷിനെ കൂടി ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമോ? അല്ല, നേതൃത്വനിരയിലിരിക്കുന്ന എല്ലാവർക്കും ഈ പോസ്റ്റ് കുത്തുപോസ്റ്റ് തന്നെയാണ്. കാരണം MP രാജേഷ് സംശുദ്ധനും ബാക്കിയുള്ളൊരു ചീത്ത എന്ന നിലക്ക് ഇത് വായിക്കപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നേതൃത്വനിരയിലിരിക്കുന്ന ആളുകൾക്കെല്ലാം അത് പ്രശ്നം ഉള്ളതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ പ്രശ്നങ്ങളാണല്ലോ അവിടെ നിന്ന് ഉയർന്നത്. കൃഷ്ണദാസാണല്ലോ കഴിഞ്ഞ വർഷത്തെ വാചകമേളയിൽ 1ാം സ്ഥാനം നേടിയത്. കാരണം മാധ്യമപ്രവർത്തകരൊക്കെ ഇറച്ചിക്കടയിലെ പട്ടികളെ പോലെ നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള മടിയുമില്ലാത്ത ഒരു രീതിയിലൊക്കെ അവരൊക്കെ മാറിയിരിക്കുന്നു. തർക്കങ്ങളുണ്ട്, അവർ തമ്മിൽ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ. പിന്നെ മാത്രമല്ല അന്ന് ബാഗിൻ്റെ നീല ട്രോളി ഇങ്ങനെ പലതരത്തിലും ഇവർ ഭൗതികമായിട്ട് പിറകോട്ട് പോയൊരു വർഷമായിരുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. CPM-ൻ്റെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയും. മാത്രമല്ല സെറിനെ പോലെയുള്ള ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വന്ന് കുറേയധികം ആളുകൾ അതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച് EMS സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കി അവർ ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പല രീതിയിൽ DYFIയുടെ വിമത ഓഫീസുകളും കൂട്ടായ്മകളും വന്നു ഇപ്പോൾ ഒക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ വലിയ തരത്തിൽ വിഭാഗീയ പ്രവർത്തനം നടക്കുന്നുണ്ട്. സമ്മേളനം ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്, വിഭാഗീയ പ്രവർത്തനം ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ പുറത്തു പോകുന്നുണ്ട്, കുറേ ആളുകൾ ഇങ്ങനെ ക്ഷോഭിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് 2025-നെ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ പോസ്റ്റ് തുടങ്ങി അങ്ങോട്ടുള്ള ചർച്ചകളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരു ചുരുങ്ങിയ വാക്കിലൊരു കാര്യം കൂടെ, അതായത് ഈ പണ്ട് കാലത്ത് CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വളരെയധികം ഒരു പ്രാധാന്യം കിട്ടുമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ. ഇപ്രാവശ്യത്തെ ജില്ലാ സമ്മേളനത്തിനൊന്നും അത്രയൊന്നും പ്രാധാന്യം ഒരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ഈ വല്ലാതെ ഒരു ഈ ഭരണത്തിൻ്റെ ഒരു വിരുദ്ധത കൊണ്ട്, അല്ലെങ്കിൽ ഭരണത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു മോശം പ്രവണത കൊണ്ട് ആയിരിക്കും അത്ര ഒരു സംഭവം ഉണ്ടായത്. അല്ല, വാർത്തകൾക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് വാർത്തകളിൽ നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു ഹൈപ്പ് കിട്ടുന്ന സമയത്താണ്. പക്ഷേ CPM-ൻ്റെ ഈ ഭരണകാലത്ത് എല്ലാ ദിവസവും വിവാദങ്ങളുണ്ടാക്കി ഹൈപ്പ് ന്യൂസ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തയുടെ മുകളിലേക്ക് ജില്ലാ സമ്മേളന വാർത്തകൾക്ക് കയറാൻ ഒരു സ്കോപ്പില്ല. അങ്ങനെയാണ് ജില്ലാ സമ്മേളന വാർത്തകളെല്ലാം അമർന്നു പോകുന്നത്. കാരണം അതിനേക്കാളൊക്കെ ഹൈപ്പുള്ള വാർത്തകൾ സർക്കാർ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പ്രവർത്തനത്തിലൂടെ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വാർത്തകളാണ് ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്നത് നല്ല രീതി. അപ്പോൾ CPM-ൻ്റെ ജില്ലാ സമ്മേളന വാർത്ത വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചരക്കല്ലാതായി മാറി. അതുകൊണ്ട് വാർത്ത കിട്ടുന്നില്ല. ഒരു വളരെ നല്ല രീതിയിലൊക്കെയാണ് ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. പഴയ പോലെയൊക്കെ തന്നെയാണ്, അച്ചടക്കത്തോടെ റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടി നല്ല ജനപങ്കാളിത്തത്തോടുകൂടി. പക്ഷേ അത് വാർത്തയാകാതെ പോകുന്നത് അവർ തന്നെ അതിനേക്കാൾ മോശമായിട്ടുള്ള വാർത്തകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതെ, തീർച്ചയായും.